പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരുപാട് നാടൻ തോരൻ റെസിപ്പികൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ഇന്നും അതേപോലെ ഒരു നാടൻ തോരൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. പടവലങ്ങ ചുവന്നുള്ളി തോരൻ. വീഡിയോ മുഴുവൻ കണ്ട് ഈ തോരൻ തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏകദേശം തുല്യമായ അളവിലാണ് പടവലങ്ങയും ചുവന്നുള്ളിയും എടുക്കുന്നത്. അപ്പോൾ പടവലങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നു. ചുവന്നുള്ളിയും അതേപോലെ കഴുകി വൃത്തിയാക്കി നെടുകയും കുറുകയും അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുന്നു. ഇനി തേങ്ങ അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1-2 പിടി തേങ്ങ തിരുമ്മിയതും കറിവേപ്പിലയും ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ജീരകം, 1-2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി ഇത്രയും ഒന്നിച്ച് തോരൻ്റെ പരുവത്തിന് അരച്ചെടുക്കുന്നു. അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചുവന്നുള്ളിയിലേക്ക് ഈ അരപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നല്ല പോലെ കൈകൊണ്ട് തിരുമ്മി ഇളക്കുന്നു. ഇനി അടുപ്പത്ത് കയറ്റുകയേ വേണ്ടൂ. പതിവ് പോലെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിയാണ് വറുക്കുന്നത്, ഉഴുന്നല്ല. അരി കുറച്ചിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ടൊന്ന് പൊട്ടിച്ച് ഈ തിരുമ്മി വെച്ചിരിക്കുന്ന തോരൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് നല്ല പോലെ എല്ലാം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കുക. തീ കുറച്ച് വെക്കുക. ഇടയ്ക്കിടെ തുറന്നിളക്കാനും അടച്ചു വെച്ച് വേവിക്കാനും മറക്കരുത്. ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ തോരൻ പാകമായി. വെള്ളമോ ഒന്നും തന്നെ ഇതിൽ ചേർക്കേണ്ടതില്ല. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ആവിയിൽ നന്നായി വെന്തുകൊള്ളും. അപ്പോൾ ഈ രുചികരമായ തോരൻ ഏവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.